നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പെരുമ്പാവൂർ YMCA ഹാളിൽ സംഘടിപ്പിച്ചു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കുന്നത്തുനാട് താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 29ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ 80 കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. നമ്മളെല്ലാം പഠിച്ച മുദ്രാവാക്യങ്ങളിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒന്ന് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളതാണ്. അതിര് കാക്കുന്ന പട്ടാളക്കാരനും കതിര് കാക്കുന്ന കർഷകരുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒട്ടേറെ ദുരിതങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ യൗവനം രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നവരാണ് പട്ടാളക്കാർ. അത് വ്യത്യസ്തമായ മേഖലകളിൽ തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി വീടും കുടുംബവും ദേശവും എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന പട്ടാളക്കാരുടെ ജന്മം തന്നെ ഏറ്റവും മഹാഭാഗ്യമാണ്. പലപ്പോഴും വീരമൃത്യു ഒക്കെ വരിച്ച ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ബഹുമാനവും ആദരവും കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ പലരും പറയുകയും നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വീരമൃത്യു വരിച്ചവർക്ക് മാത്രമല്ല, അതോടൊപ്പം തന്നെ വീരരായി ജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്കും വീരന്മാരാണ് എന്നുള്ളത്, പട്ടാളക്കാർ വീരന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കുള്ള ആദരവും അംഗീകാരവും കുടുംബവും ജീവിത ചെലവുകളും മറ്റ് അനുബന്ധ കാര്യങ്ങളുമൊക്കെ ഏറ്റെടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റി തീർച്ചയായും എല്ലാ വർഷവും നന്നായി പ്രവർത്തിച്ച് മുന്നേറി പോകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വലിയ സന്തോഷവും അഭിമാനവും എല്ലാം തോന്നുന്ന നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. കാരണം രാജ്യത്തെ സ്നേഹിച്ച് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ ദേശാഭിമാനികൾ എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ സോൾജിയേഴ്സിനെ ആദരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ നിമിഷമായി തന്നെ കരുതുന്നു. ഇതിനു മുമ്പ് തന്നെ പെരുമ്പാവൂർ നഗരസഭയിൽ നിങ്ങളേവരും പരിപാടിയിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ ഞാൻ ഉൾപ്പെടെ കൗൺസിൽ അംഗങ്ങളായിരുന്ന സമയത്താണ് അവിടെ ഒരു ഓർമ്മയ്ക്കായി ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥാപിക്കുകയും അവിടെ നിരന്തരം പരിപാടികൾ നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നിരുന്നു, അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തണമെന്ന്. ആ സ്റ്റേഡിയം എന്തായാലും കുറച്ചുകൂടെ ഭംഗിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും, അപ്പോ അതിന് കുറച്ചുകൂടെ ഒരു സ്ഥലം നഗരസഭ അനുവദിക്കുന്നതിന് തയ്യാറാണ്. അത് ഞങ്ങള് കഴിഞ്ഞ കൗൺസിലിൽ അത്തരം കാര്യങ്ങൾ കൗൺസിൽ അംഗങ്ങളുമായിട്ട് പരസ്പരം ചർച്ച ചെയ്തിരുന്നു എന്നൊരു കാര്യം കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഈ സമയത്ത്. റിട്ടയർഡ് കേണൽ ജയപാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KM പ്രതാപൻ, താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ടോണി, സെക്രട്ടറി VV തോമസ്, രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ നായർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ G, ജില്ലാ പ്രസിഡന്റ് MN അപ്പുക്കുട്ടൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് സാജു, ജോയിന്റ് സെക്രട്ടറി D ജോർജ്, PH സലീം, PP രവീന്ദ്രൻ, EK ശശിധരൻ, കമ്മിറ്റി മെമ്പർമാർ, അംഗങ്ങൾ, കുടുംബ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.